നവകേരള സദസ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങൾ പിന്നെ മുഖ്യമന്ത്രിയെ കാണാനും ഞങ്ങൾക്കുള്ള പരാതികളും ഞങ്ങൾക്കുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു എന്താ പറയുന്നത് കേരള സദസ്സ് പങ്കെടുക്കരുതെന്നാണ് പി സി വിഷ്ണു MLA ഉൾപ്പെടെ പറഞ്ഞു. നിങ്ങൾക്ക് പങ്കെടുക്കരുതെന്നാണ് പറഞ്ഞത്. പങ്കെടുക്കരുതെന്ന് പറയാൻ അതിങ്ങനെ പറയേണ്ട ഇതല്ല. കാരണം ഇത്രയും ജനങ്ങൾ വന്നില്ലേ, ഒരു നവകേരള സദസ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും ആൾക്കാർ വന്നില്ലേ, വന്നപ്പം അവരവരുടെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയാനും അത് പരിഹരിക്കാനും ഉള്ള ഒരു സദസ്സായിട്ടാണ് ഇത് കൂടി. പങ്കെടുക്കണം ജനങ്ങൾ പങ്കെടുക്കണം, തീർച്ചയായും പങ്കെടുക്കണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടിയല്ലേ നവകേരളം സദസ്സ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളത് പറയാനുള്ളത് നമുക്ക് വേദി കിട്ടിയതാണ്. അവിടെ നമ്മൾ പറയാ അത് പ്രയോജനം അപ്പം ഉള്ള വേദി കിട്ടിയതായത്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമുക്ക് പറയാമെന്ന്. അതാണ് ജനങ്ങൾ ബഹിഷ്കരണത്തെ തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞു. അതിൻ്റെ ഉദാഹരണമല്ലേ ഇത്ര ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയത്. കുട്ടറുള്ള ജനങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയത്. ഇഷ്ടം പോലെ ആളായിരുന്നു. ഞങ്ങൾ രാവിലെ മുതൽ ഞങ്ങളിവിടെ ഉണ്ട്. രാവിലെ മുതൽ നല്ല ജനങ്ങളായിരുന്നു. രാവിലെ 10 മണിയായിട്ട് വന്നതാ. ഇത് എത്ര സമയം വരണ്ട്. ഇനിയും കുറച്ച് സമയം കൂടെ ഇതെല്ലാം ഒതുക്കിയിട്ട് ഭാഗമാണെങ്കിലും നിങ്ങളും കാത്തിരിക്കുമായിരുന്നു. പിന്നെ കാത്തിരിക്കുകയായിരുന്നു, ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു.